നമസ്കാരം. എൻ്റെ പേര് ദിനേശൻ. ദൃശ്യം ദിനേശൻ എന്നാണ് നാട്ടുകാർ വിളിക്കാറ്. അത് ദൃശ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ആരാധകൻ ഞാനായതുകൊണ്ടാണ് എന്നെ നാട്ടുകാർ അങ്ങനെ വിളിക്കുന്നത്. എനിക്കിപ്പോൾ 70 വയസ്സായി. ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഡോക്ടർ പറയാറുണ്ട് അധികകാലം ഇനി ഇല്ലാന്ന്. അത് എനിക്കും നല്ലപോലെ അറിയാം. ദൃശ്യത്തിൻ്റെ എല്ലാ പാർട്ടും കണ്ടിട്ട് മരിക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ദൃശ്യം 3 കണ്ടപ്പോൾ ക്ലൈമാക്സിൽ നാലാമത്തെ ഹിന്റ് ഇട്ട് വച്ചേക്കണ്. ഈ നാലാമത്തെ പാർട്ടിറങ്ങി എങ്ങനെ പോയാലും ഒരു 5 കൊല്ലം എടുക്കും. അത്രയും കൊല്ലം ഈ ദൃശ്യം ദിനേശ് ഇവിടെ കാണൂല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. വരുൺ മോന്റെ തിരോധാനം അന്വേഷിച്ച് വരുൺ മോനോട് എനിക്കിപ്പം കടുത്ത ആരാധനയാണ്. IPS ഗീതാ പ്രഭാകരനേക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇപ്പൊ എനിക്കാണ്. വരുൺ മോൻ എന്താ ചെയ്തെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ആസിഡിൽ മുക്കിയതാണെങ്കിൽ അത് അങ്ങനെ. ഇനി പാവപ്പെട്ട ആരെങ്കിലും വീട് വയ്ക്കാൻ പറ്റിക്കണം ബേസ്മെന്റിൽ കുഴിച്ചിട്ടെങ്കിൽ അത് അങ്ങനെ. സെപ്റ്റിക് ടാങ്കിൽ മുക്കിയെങ്കിൽ അത് അങ്ങനെ. എനിക്ക് ഒരു ഡയറക്ടർ ബ്രില്യൻസും വേണ്ട. ആ വലിയ മനുഷ്യനായ ജോർജ് കുട്ടിയുടെ വായിന്ന് എന്നെ കേൾക്കണം. ഇനി അതൊക്കെ നിങ്ങളുടെ നാലാമത്തെ പാർട്ടി പറയാൻ പറ്റിയേക്കുകയാണെങ്കിൽ അത് കാണാനുള്ള യോഗം എനിക്കില്ല. അതിനു മുമ്പേ ഞാൻ വടിയാവും. ഇതൊന്നും അറിയാതെ ഞാൻ അങ്ങ് മുകളിലോട്ട് പോയ ഒരു ഗതി കിട്ടാത്ത വരുൺ പ്രഭാകരന്റെ ആത്മാവിനെ പോലെ ഞാൻ ഇനി ഇവിടെ കിടന്ന് അലയും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആ എഴുതി വച്ചേക്കുന്ന സ്ക്രിപ്റ്റ് ഒന്ന് എനിക്ക് വ്യൂ 1 സൈറ്റ് അയച്ചു തന്നാൽ മതി. അത് വായിച്ചിട്ട് ഞാനങ്ങ് മടിയായി കോളാം. പ്ലീസ് ഈ ദൃശ്യ ദിനേശനോട് കരുണ തോന്നണം ഡയറക്ടർ സാർ.